നമസ്കാരം. പേജ് 3 അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എൻ്റെ പേര് സുഹൈൽ. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ പുതിയൊരു ടോപ്പിക്കാണ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കായിരിക്കും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുള്ളത്. ഒരുപാട് പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കാറുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുള്ളത്. അതായത് കമ്പാരിസൺ ആ വാക്കിൽ തന്നെയുണ്ട്, കമ്പയർ ചെയ്യുക. മനുഷ്യന്മാരുടെ തന്നെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സ്വഭാവ സവിശേഷതയാണ് നമ്മൾ മറ്റുള്ളവരെ വെച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ വെച്ചൊന്ന് കമ്പയർ ചെയ്യുക. അത് ചിലപ്പോൾ സാധനങ്ങൾ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ സ്ഥലം വെച്ചായിരിക്കാം, നമ്മുടെ എന്തെങ്കിലും ഗുണങ്ങൾ വെച്ചായിരിക്കാം. അപ്പോൾ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് കമ്പയർ ചെയ്യാനുള്ള ഒരു കഴിവ് എന്നുള്ളത്. അത് ഇംഗ്ലീഷിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നൊരു ടോപ്പിക്കിൻ്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, കുറച്ചധികം കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കീഴിൽ പഠിക്കാനുണ്ട്. എങ്കിൽ കൂടി ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഒന്നും അല്ലെങ്കിൽ കൂടി ഇതിൽ നിന്ന് പ്രധാനമായിട്ടുള്ള ഒരു ക്രക്സ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, കാരണം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അതിലൊരു ഇംഗ്ലീഷ് എന്നുള്ള ടോപ്പിക്ക് വരുമ്പോൾ പലതവണയായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുള്ളത്. അപ്പോൾ ഒരു ലേണർ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു ബേസിക് നോളേജ് ഉണ്ടാവണം. ആ ബേസിക് നോളേജ് മാത്രം മതി. എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണെങ്കിലും ഈ ഒരു ബേസ് 2-3 കാര്യങ്ങൾ മിനിമം പഠിക്കാനുള്ളൂ. അത് പഠിച്ചാൽ ഇത് മൊത്തത്തിൽ പഠിച്ച് മാറാനുള്ള ഒരു വകയുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക് വളരെ ഗൗരവത്തോടു കൂടി പഠിക്കുക. നമ്മൾ മുൻപ് പറയാറുള്ളത് പോലെ ഗ്രാമറിൽ ഒരുപാട് ടോപ്പിക്സ് മെയിൻലി പഠിക്കാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. സോ ലെറ്റ്സ് ഗോ ടു എ ന്യൂ സെഷൻ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഈ ഒരു ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുൻപായിട്ട് ആദ്യത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ, words used to describe and give more information about the nouns in a particular sentence or context are called adjectives. ഈ ഒരു വാക്കാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അഡ്ജക്റ്റീവ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അഡ്ജക്റ്റീവ്സ് എന്നുള്ളത്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അഡ്ജക്റ്റീവ്സ് ആർ ദ വേർഡ്സ് വിച്ച് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ നൗൺ. ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പദത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയാം. അതായത് ഒരു നാമം, ആ നാമത്തിന് ഒരു ക്വാളിറ്റി കൊടുക്കുന്ന, അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്ന, മോഡിഫൈ ചെയ്യുന്ന ഒരു വാക്കിനെ അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ താജ്മഹൽ. താജ്മഹൽ എന്താണ്? ഒരു പേരാണ് അല്ലേ? താജ്മഹൽ ഒരു പേരാണ്. ആ പേരിനെ നമ്മൾ മോഡിഫൈ ചെയ്യാണ് ബ്യൂട്ടിഫുൾ എന്ന വാക്കുകൊണ്ട്. താജ്മഹൽ ഈസ് ബ്യൂട്ടിഫുൾ. താജ്മഹൽ ഈസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന വാക്ക് എന്താണ്? ഒരു അഡ്ജക്റ്റീവാണ്. അതുപോലെ ഇപ്പോൾ ഒരു പ്ലെയർ, ഒരു കളിക്കാരൻ, ആ കളിക്കാരനെ നമ്മൾ സ്മാർട്ട് എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നു. ഒരു കളിക്കാരൻ ആരോ ആയിക്കോട്ടെ, ആ കളിക്കാരനിക്ക് നമ്മളൊരു ഗുണം കൊടുക്കുകയാണ്, സ്മാർട്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇംഗ്ലീഷ് ഗ്രാമറിൽ നൗൺസ് എന്നൊരു കാറ്റഗറി ഉണ്ട്, നാമം എന്നൊരു കാറ്റഗറി ഉണ്ട്. എന്താണ് നൗൺസ്? നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, ഐഡിയ, വാട്ട് എവർ ഇറ്റ് ഈസ്. നാമം എന്ന കാറ്റഗറിയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ആ നാമത്തെ വിശേഷിപ്പിക്കുന്ന പദത്തെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നു. അഡ്ജക്റ്റീവ് എന്താണ്? നാമത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ഈ നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അല്ലേ പഠിക്കുന്നത്, അതിലെന്തിനാണ് ഈ അഡ്ജക്റ്റീവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ഡൗട്ടാണ്. അതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് വെച്ചാൽ അഡ്ജക്റ്റീവാണ്.
ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് വെച്ചാൽ ഒരു കൂട്ടം വാക്കുകളാണ്, കുറച്ചധികം വാക്കുകളുണ്ട്. ആ വാക്കുകൾ അഡ്ജക്റ്റീവാണ്. ഓക്കെ ആണോ? സോ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ കൺസിസ്റ്റ് ഓഫ് സോ മെനി വേർഡ്സ്. ഓൾ ദോസ് വേർഡ്സ് ആർ കമ്മിങ് അണ്ടർ അഡ്ജക്റ്റീവ്സ് മെയിൻലി. ആഡ്വർബും ഉണ്ട്, എങ്കിൽ കൂടി അഡ്ജക്റ്റീവാണ്, വിശേഷിപ്പിക്കുന്ന പദമാണ് അഡ്ജക്റ്റീവ്സ്. ഓക്കെ, ഇനി നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? ജസ്റ്റ് റീഡ് ഇറ്റ്. ഇൻ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്, എ ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഈസ് എ ഫോം ഓഫ് അഡ്ജക്റ്റീവ് that is used to compare a person, place or thing possessing the same quality with another. It is related to the adjective or adverb in a sentence. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മൾ അഡ്ജക്റ്റീവിനെ കുറിച്ച് ആദ്യം സംസാരിച്ചത്. ഒന്നുകൂടി വായിക്കാം. എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ അതൊരു ഫോം ഓഫ് അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കുറേ ഫോംസ് ഉണ്ട്. അതിലത്തെ ഒരു ഫോം എന്താ? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. എന്ത് ചെയ്യാനാ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഒരു വ്യക്തിയെയോ ഒരു സ്ഥലത്തെയോ ഒരു വസ്തുവിനെയോ താരതമ്യം ചെയ്യാനാണ്. എന്ത് താരതമ്യം ചെയ്യാൻ? ക്വാളിറ്റികൾ, വിശേഷണങ്ങൾ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ അഡ്ജക്റ്റീവ് ഓർ ആഡ്വേർബ് ഇൻ എ സെൻറ്റൻസ്. ഒരു വാചകത്തിലെ അഡ്ജക്റ്റീവുമായിട്ടോ ആഡ്വർബുമായിട്ടോ ഈ വാക്കുകൾ ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ? അപ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്ന പദമാണെന്ന് പറഞ്ഞു. ആഡ്വർബ് എന്ന് പറഞ്ഞാൽ ഒരു വെർബിനെ വിശേഷിപ്പിക്കുന്ന പദമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ആഡ്വർബ് അത്രത്തോളം വരുന്നില്ല, പക്ഷെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ ഒരു ഭാഗമാണ് ആഡ്വർബ് കൂടി, അതുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. അഡ്ജക്റ്റീവാണ് മെയിൻ. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ കുറേ വേർഡ്സ് ആണ്. ആ വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വ്യക്തികളെ താരതമ്യം ചെയ്യാം, സ്ഥലത്തെ താരതമ്യം ചെയ്യാം, വസ്തുക്കളെ താരതമ്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത കാര്യത്തിലേക്ക് പോവാം. The 3 degrees of comparison in English grammar. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അത് എത്ര ഡിഗ്രി ഉണ്ട്? മൊത്തം 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ ഉള്ളത്. എത്രണ്ണുള്ളത്? There are 3 degrees of comparison in English grammar. നമ്മുടെ എക്സാമിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ചിലപ്പോൾ ഓപ്ഷനിൽ there are 2 degrees of comparison എന്ന് തരും. അല്ല, 3 ഡിഗ്രീസ് ആണ്. കാരണം ഈ ടോപ്പിക്ക് കേൾക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 2 degrees of comparison എന്നൊക്കെ ഒരു ഓപ്ഷൻ വന്നാൽ അറിയില്ല. 3 എന്ന് പഠിച്ച ആൾക്ക് മാത്രമേ 3 എന്ന് അറിയുള്ളൂ. സോ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പഠിക്കുക. There are 3 degrees of comparison in English grammar. Okay. As you have already seen, the degrees of comparison are used to make comparison. കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ വരുന്നത്. ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ there are 3 degrees of comparison. ഒരിക്കൽ കൂടി പറയാണ്, ഇംഗ്ലീഷിൽ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണുള്ളത്. പലർക്കും ഇത് അറിയുന്ന ടോപ്പിക്കാണ്, പക്ഷേ പലർക്കും പുതിയ ടോപ്പിക്കാണ്. സോ ശ്രദ്ധിച്ച് പഠിക്കുക. ഫസ്റ്റ് വൺ, പോസിറ്റീവ് ഡിഗ്രി. ആദ്യത്തേത് പോസിറ്റീവ് ഡിഗ്രിയാണ്. സെക്കൻഡ് വൺ, കമ്പാരറ്റീവ് ഡിഗ്രി. തേർഡ് വൺ, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഓക്കെ, ആദ്യത്തേത് പോസിറ്റീവ് ഡിഗ്രി, രണ്ടാമത്തേത് കമ്പാരറ്റീവ് ഡിഗ്രി, തേർഡ് വൺ പോസിറ്റീവ് ഡിഗ്രി. ഈ വാക്കുകളൊന്നും പഠിക്കാൻ പ്രത്യേകിച്ച് ഷോർട്ട് കട്ടൊന്നുമില്ല, നിർബന്ധമായിട്ടും ഇതുപോലെ തന്നെ പഠിക്കാം. ദ ഫസ്റ്റ് ഡിഗ്രി ഈസ് പോസിറ്റീവ് ഡിഗ്രി, സെക്കൻഡ് വൺ കമ്പാരറ്റീവ്, തേർഡ് വൺ ഓർ ഫൈനലി അൾട്ടിമേറ്റ്ലി സൂപ്പർലേറ്റീവ്.
ഈ വാക്കുകളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. സൂപ്പർലേറ്റീവ് എന്ന പദമൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ദ എന്ന പദം സൂപ്പർലേറ്റീവ് സെൻറ്റൻസസിൽ ഉപയോഗിക്കുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. സോ തീർച്ചയായിട്ടും ഈ വാക്കുകൾ ഈ 3 പഠിക്കണം. ഫസ്റ്റ് വൺ പോസിറ്റീവ്, സെക്കൻഡ് വൺ കമ്പാരറ്റീവ്, തേർഡ് വൺ സൂപ്പർലേറ്റീവ്. ഇനി നമുക്ക് ഇതോരോന്നും എന്താണെന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ പോസിറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. നമ്മളിവിടെ പറഞ്ഞു 3 ഉള്ളത്. അതിലെ ആദ്യത്തേതായ പോസിറ്റീവാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. The positive degree of comparison is basically the original form of adjective. അതായത് മക്കളെ, പ്രധാനമായിട്ടും ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഒരു വാക്കിന് 3 രൂപം ഉണ്ടാവും. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഒരു അഡ്ജക്റ്റീവിന് 3 രൂപം ഉണ്ടാകും. ഒരിക്കൽ കൂടി, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഒരു അഡ്ജക്റ്റീവിന് 3 രൂപം ഉണ്ടാകും. അതിലെ ആദ്യത്തെ രൂപത്തെ പറയുന്ന പേരാണ് പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ഓക്കെ, അതെന്താ? ദ പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഈസ് ബേസിക്കലി ദി ഒറിജിനൽ ഫോം ഓഫ് അഡ്ജക്റ്റീവ്. ഒരു അഡ്ജക്റ്റീവിന് 3 രൂപമുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിലത്തെ ആദ്യത്തെ രൂപം, ബേസ് ആയിട്ടുള്ള രൂപത്തെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയാം. ഓക്കെ, this degree doesn't allow you to make any comparison. ഈ ഒറിജിനൽ ആയിട്ടുള്ള ഈ രൂപം കൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ഒറിജിനൽ ആയിട്ടുള്ള ഈ ഒരു രൂപം വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ബേസ് ആയിട്ടുള്ള വേർഡാണ്, അത് ഒറിജിനൽ ആയിട്ടുള്ള വേർഡാണ്, അത് ഒറിജിനലായിട്ട് തന്നെ ഇരുത്തണം. ഓക്കെ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അതിൽ 3 തരത്തിലുള്ള വാക്കുകൾ വരും. അതിലത്തെ ആദ്യത്തേത് ബേസ് ഫോം ആണ്. ആ ബേസ് ഫോം വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിനെ അതുപോലെ തന്നെ വെക്കണം. എക്സാമ്പിൾ വരുമ്പോൾ അറിയും. ഓക്കെ, ഇറ്റ് ഓൺലി ഗീവ്സ് ദി ഓഡിയൻസ് ദി ഇൻഫോർമേഷൻ അബൌട്ട് എ പെർട്ടിക്കുലർ ക്വാളിറ്റി പൊസസ്ഡ് ബൈ എ നൗൺ. അപ്പം അഡ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു വാക്ക്, ഒരു നാമത്തിനുള്ള ഗുണം, ഒരു നാമത്തിനുള്ള ഗുണത്തെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ബേസ് ആയിട്ടുള്ള ഈ ഒരു ഫോം ഒരു നാമത്തിനുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു ആൾക്ക് ഈ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് മാത്രം പറയുന്നതാണ് ബേസ് ഫോം. ഓക്കെ, അതായത് താജ്മഹൽ ബ്യൂട്ടിഫുൾ ആണെന്ന് മാത്രം പറയുന്നതാണ് ബേസ് ഫോം. നേരത്തെ പറഞ്ഞ ഒരു പ്ലെയർ വിരാട് കോഹ്ലി കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നതാണ് ബേസ് ഫോം. അതിൽ നമ്മൾ താരതമ്യം പറയുന്നില്ല. അതായത് ഒരു ക്വാളിറ്റിക്ക് 3 ഫോം ഉണ്ട്. അത് ആദ്യത്തെ ഫോമാണ് ബേസ് ഫോം. ബേസ് ഫോമിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതാണ് എന്ന് പറഞ്ഞിട്ട് ഇരുത്തണം. ഓക്കെ, ഒരു 3-4 എക്സാമ്പിൾ ഉണ്ട്. ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. ലിസ ഈസ് ഹാപ്പി. ലിസ ഈസ് ഹാപ്പി. ലിസ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് ഒരു ഗുണം കൊടുത്തിരിക്കുന്നു, ഹാപ്പി. ലിസ സന്തോഷമുള്ളവളാണ്. ലിസ ഈസ് ഹാപ്പി. അപ്പോൾ ഹാപ്പി എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാപ്പി എന്ന പദം നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്. ഹാപ്പി എന്നതിൻ്റെ ബേസ് ഫോം ഹാപ്പി തന്നെയാണ്. ഹാപ്പി എന്ന വാക്കിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ ഒറിജിനൽ ഫോം ഹാപ്പി തന്നെയാണ്. അത് പോസിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ലിസ ഈസ് ഹാപ്പി എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ വേറെ ഒരു കമ്പാരിസണും നടത്തിയിട്ടില്ല. ലിസ ഹാപ്പിയാണ്, ഹാപ്പിയാണ്, അത്രേ ഉള്ളൂ. മറ്റൊരാളേക്കാൾ ഹാപ്പിയാണ് എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ അതൊരു കമ്പാരിസണായി മാറും. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു ഹാപ്പി എന്നതിൻ്റെ ഒറിജിനൽ ഫോം ഹാപ്പി എന്ന് തന്നെ ആയതുകൊണ്ട് അതിലൊരു മാറ്റവും വെക്കാൻ പറ്റില്ല. ഹാപ്പി എന്ന് തന്നെ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സെക്കൻഡ് വൺ, ദിസ് ഡ്രസ് ഈസ് പ്രെറ്റി. നമ്മുടെ ഒരു ഡ്രസ്സ്, ഇട്ടിരിക്കുന്ന ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു കാണുന്നൊരു വസ്ത്രം, ആ വസ്ത്രം ഒരു നൗണാണ്. ആ വസ്ത്രത്തിന് നമ്മൾ ഒരു ഗുണം കൊടുത്തു, പ്രെറ്റി. വളരെയധികം നല്ലതാണ്, ഭംഗിയുള്ളതാണ്, വിശിഷ്ടമായതാണ്, ആകർഷണമാണ്. ഒരുപാട് അർത്ഥമുണ്ട് പ്രെറ്റി എന്ന വാക്കിന്. ഓക്കെ, അപ്പോൾ ഒരു വസ്ത്രം, ആ വസ്ത്രം ഒരു നൗണാണ്. ആ നൗണിന് ഒരു വിശേഷണം കൊടുത്തു, പ്രെറ്റി. ഓക്കെ,
ഹി ലുക്സ് ഹാൻസം. ഹി ലുക്സ് ഹാൻസം. അവൻ കാണാൻ എങ്ങനെയുണ്ട്? വളരെയധികം ഭംഗിയുള്ളവനാണ്. അപ്പോൾ ഹി, അവൻ ഒരു നൗണാണ്. അവനിക്കൊരു വിശേഷണം കൊടുത്തു, ഹാൻസം. ഓക്കെ. മീന ഈസ് ടയേർഡ്. മീന ഈസ് ടയേർഡ്. മീന ഒരു നൗണാണ്. അവൾക്കൊരു ഗുണം കൊടുത്തു. എന്താണ് അവളുടെ ഗുണം? അവൾ ആകെ ക്ഷീണിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ടയേർഡ് എന്ന വാക്കുകൊണ്ട് നമ്മൾ മീനയെ വിശേഷിപ്പിച്ചു. ഓക്കെ. ദ സൺ ഈസ് ബ്രൈറ്റ്. ദ സൺ ഈസ് ബ്രൈറ്റ്. സൂര്യനിക്ക് നമ്മളൊരു ക്വാളിറ്റി കൊടുത്തിരിക്കുകയാണ്, ബ്രൈറ്റ്. അപ്പോൾ ഈ ഒരു 5 എക്സാമ്പിളിൽ ഹാപ്പി, പ്രെറ്റി, ഹാൻസം, ടയേർഡ്, ബ്രൈറ്റ്, ഇത് മാത്രമല്ല ഇതുപോലെ ഒരുപാട് വാക്കുകളുണ്ട്. ഈ വാക്കുകളുടെയൊക്കെ ഒറിജിനൽ ഫോം ഇത് തന്നെയാണ്. ആയതുകൊണ്ട് പോസിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുമ്പോൾ ഈ വാക്കുകൾക്കൊന്നൊരു മാറ്റവും വരില്ല. മാത്രമല്ല ഈ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ കമ്പയറും ചെയ്യില്ല. ഓക്കെ. ഇത് ബേസ് ഫോമാണ്. കമ്പയർ ചെയ്യുന്നത് 2ാമത്തെ ഫോമിലും 3ാമത്തെ ഫോമിലുമാണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ മൊത്തം 3 ഫോമാണ്. അത് ആദ്യത്തെ ഫോം ബേസ് ഫോമാണ്, അതായത് പോസിറ്റീവ് ഡിഗ്രിയാണ്. 2ാമത്തേത് കമ്പാരിറ്റീവ്, 3rd വൺ സൂപ്പർലേറ്റീവ്. നമ്മൾ താരതമ്യം ചെയ്യുന്നത് കമ്പാരിറ്റീവിലും സൂപ്പർലേറ്റീവിലും മാത്രമാണ്. മൊത്തം 3 ഡിഗ്രിയാണ്. അതിൽ 2ാമത്തേതും 3ാമത്തേതും മാത്രമാണ് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. 1ാമത്തേത് കമ്പയർ ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. അത് ബേസ് ആയിട്ട് അടിസ്ഥാനം പോലെ വെക്കുന്നതാണ്. അതിൻ്റെ മുകളിലാണ് കമ്പാരിസൺ വരുന്നത്. ഓക്കെ. സെക്കൻഡ് വൺ, കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ആദ്യത്തേത് പോസിറ്റീവ് ഡിഗ്രിയാണെന്ന് പറഞ്ഞു. മൊത്തം 3 ഡിഗ്രിയാണെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തേത് പോസിറ്റീവാണ്. 2ാമത്തേത് കമ്പാരിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. The comparative degree of comparison is used to compare between 2 nouns that have the same qualities or the particular quality of a noun at 2 different times. It shows which one of the 2 has the greater or lesser degree of the particular quality being referred to. ഇത് വായിച്ചിട്ട് അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കമ്പാരിറ്റീവ് ഡിഗ്രി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. പോസിറ്റീവ് ഡിഗ്രിയേക്കാളും ഒരു പടി മുകളിലുള്ള സാധനത്തെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയാം. പോസിറ്റീവ് ഡിഗ്രി നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കല്ല, ബേസ് ഫോമാണ് എന്ന് പറഞ്ഞു. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 വ്യക്തികളെ, 2 സ്ഥലത്തെ, 2 വസ്തുക്കളെ താരതമ്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ? ഒരാൾക്ക് വേറൊരാളേക്കാൾ ക്വാളിറ്റി ഉണ്ട്. ഒരു വസ്തുവിന് മറ്റേ വസ്തുവിനേക്കാൾ ക്വാളിറ്റി ഉണ്ട്. ഒരു സ്ഥലത്തിന് മറ്റേ സ്ഥലത്തിനേക്കാൾ ഇന്ന ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി കുറവാണ് എന്ന് പറയുന്നതാണ് കമ്പാരിറ്റീവ്. അതായത് നമ്മൾ പറയാറുണ്ട്, അവൻ എന്നെക്കാളും മിടുക്കനാണ്, എനിക്ക് അവനേക്കാളും ശക്തിയുണ്ട്, ഊട്ടി കൊടൈക്കനാലിനേക്കാളും സൂപ്പറാണ്, ഈ വാച്ച് മറ്റേ വാച്ചിനേക്കാൾ കോസ്റ്റ്ലിയാണ്. നമ്മൾ പറയാറുണ്ട്. ഒരു സാധനത്തെ മറ്റൊരു സാധനവുമായി കമ്പയർ ചെയ്യും, ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയുമായിട്ട് താരതമ്യം ചെയ്യും, ഒരു സ്ഥലത്തെ മറ്റൊരു സ്ഥലവുമായി കമ്പയർ ചെയ്യും. അപ്പോൾ ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയാം. ഓക്കെ, ഒരു 2-3 എക്സാമ്പിൾ നോക്കിയോ. ടീന ലുക്സ് സാഡർ ദാൻ കേറ്റി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ടീന മാത്രമല്ല കേറ്റി ഉണ്ട് അല്ലേ? അപ്പോൾ ടീന ലുക്സ് സാഡർ ദാൻ കേറ്റി. അപ്പോൾ 2 പേരുണ്ട്, 2 പേരും സങ്കടമുള്ളവരാണ്. പക്ഷേ കേറ്റിയേക്കാളും സങ്കടമുള്ളത് ആർക്കാണ്? ടീനയ്ക്കാണ്. അപ്പോൾ സാഡ് എന്ന പദം ബേസ് ഫോമാണ്. ബേസ് ഫോം വെച്ചിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. സാഡർ ആക്കുമ്പോൾ നമുക്ക് താരതമ്യം ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഒരാൾക്ക് മറ്റൊരാളുമായിട്ട്
ഒരു സാധനം കൂടുതലാണ് അല്ലെങ്കിൽ ഒരു സാധനം കുറവാണ്, ഒരു ക്വാളിറ്റി കൂടുതലാണ് ഒരു ക്വാളിറ്റി കുറവാണ് എന്ന് പറയുന്നതാണ് കമ്പാരിറ്റീവ് ഫോം. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ടിന കെയ്റ്റിയേക്കാളും കൂടുതൽ വിഷമമുള്ളവളാണ്. സെക്കൻഡ് വൺ, ദിസ് ബെഡ് ഈസ് മോർ കംഫർട്ടബിൾ ദാൻ ദി അതർ ബെഡ്. അപ്പോൾ രണ്ട് വസ്തുക്കൾ, ഇവിടെ രണ്ട് വ്യക്തികളാണ് വന്നത്, ഇവിടെ രണ്ട് വസ്തുക്കൾ. ഏതൊക്കെയാണ് രണ്ട് വസ്തുക്കൾ? ഈ ബെഡും ആ ബെഡും. ഈ ബെഡ് ആ ബെഡിനേക്കാൾ കൂടുതൽ കംഫർട്ടബിൾ ആണ്. കംഫർട്ടബിൾ എന്നത് ബേസ് ഫോം ആണ്. അതിനെ കമ്പാരിറ്റീവിലേക്ക് ഇടുമ്പോൾ മോർ കംഫർട്ടബിൾ. സാഡ് എന്നത് ബേസ് ഫോം ആണ്. അത് കമ്പാരിറ്റീവിലേക്ക് വന്നപ്പോൾ സാഡർ. ഓക്കെ, കംഫർട്ടബിളിൻ്റെ കൂടെ ആറൊന്നും ചേർത്ത് വെക്കരുത്, എല്ലാത്തിൻ്റെ കൂടിയും ആറല്ല ചേർക്കുക. നമുക്കത് പഠിക്കാം വഴിയെ. മോർ കംഫർട്ടബിൾ ദാൻ ദി അതർ ബെഡ്. ഈ ബെഡിനേക്കാളും ആ ബെഡ് എന്താണ്? കൂടുതൽ. സോറി, ദിസ് ബെഡ് ഈസ് മോർ കംഫർട്ടബിൾ ദാൻ ദി അതർ ബെഡ്. വേറെ ബെഡിനേക്കാളും ഈ ബെഡാണ് കൂടുതൽ നന്നായിരിക്കുന്നത്, കംഫർട്ടബിൾ ആയിരിക്കുന്നത്. ദ സൺ ഈസ് ബ്രൈറ്റർ ദാൻ യെസ്റ്റർഡേ. അപ്പോൾ സൂര്യൻ ഒന്നേ ഉള്ളൂ, അത് വേറെ കാര്യം. ദ സൺ ഈസ് ബ്രൈറ്റർ ദാൻ യെസ്റ്റർഡേ. സൂര്യൻ ഇന്ന് ജ്വലിക്കുന്നുണ്ട്, ഇന്നലെയും ജ്വലിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയേക്കാൾ ഇന്ന് കുറച്ചുകൂടി ബ്രൈറ്റർ ആണ്. ബ്രൈറ്റ് എന്നത് ബേസ് ഫോം ആണ്. അത് കമ്പാരിറ്റീവിലേക്ക് ഇടുമ്പോൾ മോർ ബ്രൈറ്റ് എന്ന് പറയരുത്, ബ്രൈറ്റർ. എന്തുകൊണ്ടാണ് പറയാത്തത് എന്ന് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്നലെയും സൂര്യൻ ബ്രൈറ്റ് ആയിരുന്നു, ഇന്നും സൂര്യൻ ബ്രൈറ്റ് ആയിരുന്നു, പക്ഷെ ഇന്നത്തെ ബ്രൈറ്റ്നസ് ഇത്തിരി കൂടുതലാണ്. സോ ബ്രൈറ്റർ ദാൻ യെസ്റ്റർഡേ, ഇന്നലത്തേതിനേക്കാളും ബ്രൈറ്റർ ആണ്. ക്ലിയർ? യുവർ ഹെയർ ഈസ് ലോങ്ങർ ദാൻ ഹേഴ്സ്. അപ്പൊ നിനക്കും മുടിയുണ്ട്, അവൾക്കും മുടിയുണ്ട്. അപ്പൊ അവളുടെ മുടിയേക്കാൾ നിന്റെ മുടി ലോങ്ങർ ആണ്. ലോങ് നീളമുള്ള, ലോങ്ങർ കൂടുതൽ നീളമുള്ള. കമ്പാരിറ്റീവിലേക്ക് ഇടുമ്പോൾ ലോങ്ങറായി മാറി. അപ്പോൾ രണ്ടുപേരുടെ മുടിയെ കമ്പയർ ചെയ്തിരിക്കുകയാണ് ലോങ്ങർ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട്. ലാസ്റ്റ് വൺ, മൈ ബ്രദർ ഈസ് ടോളർ ദാൻ മീ. എൻ്റെ സഹോദരൻ എന്നെക്കാളും പൊക്കമുള്ളവനാണ്. അപ്പൊ രണ്ട് വ്യക്തികളെ താരതമ്യം ചെയ്തു. ഞാനും എൻ്റെ സഹോദരനും. ഈ രണ്ടു പേരിൽ ആർക്കാണ് പൊക്കം കൂടുതൽ? മൈ ബ്രദർ ഈസ് ടോളർ ദാൻ മീ. കമ്പയറിംഗ് ദ ടു പേഴ്സൺസ്, മൈ ബ്രദർ ഈസ് ടോളർ ദാൻ മീ. ഓക്കെ, ടോൾ എന്നതാണ് ബേസ് ഫോം. ആ ബേസ് ഫോമിനെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ടോളർ ആയി മാറി. ഇനി ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. പോസിറ്റീവ് ഡിഗ്രിയിൽ നിന്ന് ഒരു സാധനം കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. അതെന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാഡ് എന്നുള്ളത് സാഡർ ആയതും മോർ കംഫർട്ടബിൾ ആയതും ബ്രൈറ്റർ ആയതും ലോങ്ങർ ആയതും ടോളർ ആയതും. ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. അത് തീർച്ചയായിട്ടും മാറണം എന്ന് നിങ്ങൾക്കും അറിയാം. പക്ഷേ എല്ലാ സെൻറ്റൻസിലും ഞാൻ ദാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഈ 5 സെൻറ്റൻസിലും നിങ്ങൾക്ക് ദാൻ കാണാൻ കഴിയും. അപ്പം എന്ത് മനസ്സിലായി? കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മറ്റൊരു കാര്യത്തേക്കാൾ എന്തോ ഒരു സാധനം കൂടുതലാണ് അല്ലെങ്കിൽ എന്തോ ഒരു സാധനം കുറവാണ്. ഒരു വ്യക്തിക്ക് മറ്റേ വ്യക്തിയേക്കാൾ ഇന്ന കഴിവ് കൂടുതലാണ് ഇല്ലെങ്കിൽ ഇന്ന കഴിവ് കുറവാണ്. ഈ സ്ഥലം ആ സ്ഥലത്തേക്കാൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്. ഒരു സാധനം മറ്റേ സാധനത്തേക്കാൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ, അതിനെയാണ് കമ്പാരിറ്റീവ് എന്ന് നമ്മൾ ബേസ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഒന്നിന് മറ്റൊന്നിനേക്കാൾ എന്ന് പറയാൻ നിർബന്ധമായും ദാൻ ഉപയോഗിക്കണം. ഏതിനു ശേഷം? പ്രധാനപ്പെട്ട ഈ അഡ്ജക്റ്റീവിന് ശേഷം. സാഡർ അഡ്ജക്റ്റീവാണ്, മോർ കംഫർട്ടബിൾ അഡ്ജക്റ്റീവാണ്, ബ്രൈറ്റർ അഡ്ജക്റ്റീവാണ്, ലോങ്ങർ, ടോളർ. അതിനുശേഷം നിർബന്ധമായും ദാൻ ഉപയോഗിക്കണം. ഏതിൽ?
കമ്പാരിറ്റീവിൽ. പോസിറ്റീവിലല്ല, പോസിറ്റീവ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഒരു സാധനം ഇതാണ് എന്ന് ബേസായിട്ട് പറയുന്നതാണ് പോസിറ്റീവ്. ആ പോസിറ്റീവിൻ്റെ മുകളിലുള്ള പടിയാണ് കമ്പാരിറ്റീവ്. എത്ര പേരെ താരതമ്യം ചെയ്യാൻ? 2 പേര്. എത്ര സ്ഥലത്തെ? 2 സ്ഥലത്തെ. എത്ര വസ്തുക്കളെ? അതും 2. ഓക്കെ, അപ്പോൾ നിർബന്ധമായും ദാൻ ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ 3ാമത്തെ കാര്യം സൂപ്പർലേറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. The superlative degree of comparison is the highest degree of comparison. കമ്പാരിസണിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. വേണമെങ്കിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാം, കമ്പാരിറ്റീവ് ഡിഗ്രി ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് കമ്പാരിസൺ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ചോദിക്കാം, തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പഠിച്ചു സൂപ്പർലേറ്റീവ് ആണ്. ആ വാക്കിൽ തന്നെ ഉണ്ട് സൂപ്പർ, സൂപ്പർലേറ്റീവ്, എല്ലാത്തിൻ്റെയും മുകളിലുള്ളത്. അത് പഠിച്ചു വെക്കുക. ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലെ ഏറ്റവും ഹയർ തട്ടിലുള്ള, ഹയർ ഓർഡർ ഡിഗ്രിയിലുള്ള സാധനമാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ സിമിലർ ക്വാളിറ്റീസ് ഷെയർഡ് ബൈ മോർ ദാൻ 2 nouns. It shows which of these nouns being compared has the greatest or least degree of the mentioned quality or qualities. നേരത്തെ പറഞ്ഞത് 2 വ്യക്തികളെ, 2 വസ്തുക്കളെ, 2 സ്ഥലങ്ങളെയാണെങ്കിൽ ഇവിടെ പറയുന്നത് 2ൽ കൂടുതൽ വ്യക്തികൾ, 2ൽ കൂടുതൽ സ്ഥലങ്ങൾ, 2ൽ കൂടുതൽ വസ്തുക്കൾ തമ്മിലുള്ള ക്വാളിറ്റീസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ക്വാളിറ്റീസ് കൂടുതലായിരിക്കാം, ക്വാളിറ്റീസ് കുറവായിരിക്കാം, പൊക്കമുള്ളത് പൊക്കമില്ലാത്തത് എന്തോ ആയിക്കോട്ടെ. നമ്മൾ അതൊന്നും അല്ല പറയുന്നത്. 2ൽ കൂടുതൽ എന്നുള്ളതാണ് ഇവിടുത്തെ കീവേഡ്. മോർ ദാൻ 2. ഓക്കെ, എക്സാമ്പിൾ, we climbed the highest mountain. ഇവിടെ നമ്മളൊരു താരതമ്യം പോലെയല്ല വെച്ചിരിക്കുന്നത്, ഈ വാക്കുകളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, വി ക്ലൈംബ്ഡ് ദ ഹയസ്റ്റ് മൗണ്ടൈൻ. ഹൈ എന്ന വാക്ക് ബേസ് ഫോമാണ്. ഹൈ എന്ന വാക്ക് ബേസ് ഫോമാണ്. അത് കമ്പാരിറ്റീവിൽ വരുമ്പോൾ ഹയറായി മാറും. അത് നമ്മൾക്കറിയാം. അത് സൂപ്പർലേറ്റീവിൽ വരുമ്പോൾ ഹയസ്റ്റ് എന്നായി മാറും. ഞങ്ങൾ ഏറ്റവും ഉയരത്തിലുള്ള, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മൗണ്ടൈൻ കയറി. ഓക്കെ, ഹയസ്റ്റ് എന്നുള്ളത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ദ ലാസ്റ്റ് ഗ്രൂപ്പ് വാസ് ദ ബെസ്റ്റ്. ദ ബെസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ കുറേ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിലെ ഏറ്റവും ബെസ്റ്റ് ആരായിരുന്നു? ദ ലാസ്റ്റ് ഗ്രൂപ്പ് വാസ് ദ ബെസ്റ്റ് ഓഫ് ഓൾ. എല്ലാത്തിലും വെച്ച് ഏറ്റവും മികച്ചത് അവസാനത്തെ ഗ്രൂപ്പാണ്. ദ ഹിമാലയാസ് ആർ ദ ലോങ്ങസ്റ്റ്. ലോങ്ങസ്റ്റ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഗുഡ് എന്നത് ബേസ് ഫോമാണ്. അതിൻ്റെ കമ്പാരിറ്റീവ് ബെറ്റർ ആണ്, സൂപ്പർലേറ്റീവ് ബെസ്റ്റ് ആണ്. എന്ന് പറഞ്ഞതുപോലെ ലോങ്, ലോങ്ങർ, ലോങ്ങസ്റ്റ് മൗണ്ടൻ റേഞ്ചസ്. പർവ്വതനിരയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പർവ്വതം ഹിമാലയ പർവ്വതം. ഒരുപാട് പർവ്വതമുണ്ട്, അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ്. ഒരുപാട് പർവ്വതം എന്ന് പറയുമ്പോൾ 2ൽ കൂടുതലായല്ലോ. അതിൽ തന്നെ ഏറ്റവും ഉള്ളത് ഏതാണ്? ഹിമാലയാസ് ആണെന്നാണ് പറയുന്നത്. സഞ്ജന ഈസ് ദ ടോളസ്റ്റ് ഗേൾ ഇൻ അവർ ഗ്യാങ്. അപ്പോൾ നമ്മുടെ ഗ്യാങ് എന്ന് പറയുമ്പോൾ 2ൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. സ്വാഭാവികമായിട്ടും ഗ്യാങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിത്രം തന്നെ ഒരുപാടുണ്ട്, കുറേ പേരുണ്ടാവും അല്ലേ? നമ്മുടെ ഗ്യാങ്ങിൽ ഏറ്റവും പൊക്കമുള്ളത് സഞ്ജനയ്ക്കാണ്. അപ്പോൾ ഗ്യാങ്ങിൽ കുറേ പേരുണ്ട്, അതിൽ തന്നെ ഏറ്റവും പൊക്കമുള്ളത് ആർക്കാ? സഞ്ജനയ്ക്കാണ്. ടോൾ, ടോളർ, ടോളസ്റ്റ്. ടോൾ ബേസ് ഫോമാണ്. അത് കമ്പാരിറ്റീവിൽ ടോളർ, സൂപ്പർലേറ്റീവിൽ ടോളസ്റ്റ്. ആദർശ് ഈസ് ദ മോസ്റ്റ് സൈലന്റ് ബോയ് ഇൻ ദ ക്ലാസ്. ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ
കുറേ കുട്ടികളുണ്ടാവും. ആ കുറേ കുട്ടികളിൽ ഒരു കുട്ടിയാണ് ആദർശ്. ആ ആദർശ് മറ്റെല്ലാ കുട്ടികളെക്കാളും മോസ്റ്റ് സൈലൻറ്റ്, കൂടുതൽ നിശബ്ദവാനാണ്. അപ്പോൾ ആദർശിനൊരു ക്വാളിറ്റി കൊടുത്തു, മോസ്റ്റ് സൈലൻറ്റ്. സൈലൻ്റ് എന്നുള്ളത് ബേസ് ഫോമാണ്. അത് കമ്പാരിറ്റീവിൽ വരുമ്പോൾ മോർ സൈലൻ്റ് ആവുന്നു. സൂപ്പർലേറ്റീവ് ആയതുകൊണ്ട് മോസ്റ്റ് സൈലൻറ്റ്. ഓക്കെ, ഇതാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ ഒരു രീതി. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. ഒരു ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. അതിന് 3 ഡിഗ്രി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ഡിഗ്രിയാണ് ആദ്യത്തെ ഡിഗ്രി. അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. ഒരു അഡ്ജക്റ്റീവിൻ്റെ ബേസ് ഫോമിനെയാണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുക. ഒരു സാധനം അത് ഇങ്ങനെയാണ് എന്ന് മാത്രം പറയുന്നതിനെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നു. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു സാധനം മറ്റൊരു സാധനത്തേക്കാൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയേക്കാൾ, അല്ലെങ്കിൽ ഒരു സ്ഥലം മറ്റൊരു സ്ഥലത്തേക്കാൾ ഇന്നതാണ് എന്ന് പറയാൻ. അങ്ങനെ പറയുമ്പോൾ നിർബന്ധമായും ദാൻ ഉപയോഗിക്കണം. തേർഡ് വൺ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏറ്റവും ഹയർ ഡിഗ്രിയാണ്. അത് 2ൽ കൂടുതൽ വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കളെ താരതമ്യം ചെയ്യാൻ. ഇവിടെ നമ്മൾ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ കുറേയാണ്. മൗണ്ടൻ റേഞ്ചസ് കുറേയാണ്. ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികളുണ്ടാവും. ബെസ്റ്റ് കുറേ ഗ്രൂപ്പുകളുണ്ടായി. അപ്പോൾ ഇതിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനത്തെ നമ്മൾ താരതമ്യം ചെയ്തു മറ്റുള്ളവരുമായിട്ട്. ക്ലിയർ? അതേപോലെ തന്നെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി പഠിച്ചപ്പോൾ ഒരു വാക്ക് നമ്മൾ നിർബന്ധമായും പഠിച്ചു, ദാൻ എന്നൊരു വാക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെയും ഒരു വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സൂപ്പർലേറ്റീവിലേക്ക് ഒരു വാക്ക് ഇടുന്ന സമയത്ത് നിർബന്ധമായും ദാ ഉപയോഗിക്കണം. നിർബന്ധമായും ദാ ഉപയോഗിക്കണം. ഓക്കെ, കമ്പാരിറ്റീവ് ഫോം ആകുമ്പോൾ ഈ ഒരു അഡ്ജക്റ്റീവിന് ശേഷം ദാൻ ഉപയോഗിക്കുക. സൂപ്പർലേറ്റീവ് ആകുമ്പോൾ ഈ ഒരു അഡ്ജക്റ്റീവിന് മുൻപ് ദാ ഉപയോഗിക്കുക. സൂപ്പർലേറ്റീവിൽ നിർബന്ധമായും ദാ ഉപയോഗിക്കണം. സൂപ്പർലേറ്റീവിൽ നിർബന്ധമായും ദാ ഉപയോഗിക്കണം. അത്രയും കാര്യങ്ങൾ മൈൻഡിലുണ്ടാവണം. ഓക്കെ, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൻ്റെ ഒരു ബേസ് ക്ലാസ്സാണ് നമ്മൾ ഇന്നെടുത്തത്. കുറച്ചധികം എക്സാമ്പിളും അതുപോലെ വെറൈറ്റി ആയിട്ട് വരുന്ന വേർഡ്സ് കൂടി നമ്മൾ പരിചയപ്പെട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുമ്പോഴാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചു മാറുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് നിർബന്ധമായും പൂർണ്ണമായും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിലാക്കിയ ശേഷം അടുത്ത പാർട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സ്റ്റഡി വെൽ.